ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറേ കമൻസുകൾ വരികയുണ്ടായി. നമുക്കറിയാം, നമ്മൾ കൂടുതലും EV സംബന്ധമായ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേഖലയും ഇലക്ട്രിക്കൽ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും EV എന്നൊരു ഇതാണ് ഫ്യൂച്ചർ എന്ന് തന്നെ വിശ്വസിക്കുന്നതും അതിനെപ്പറ്റി പറയുന്നതും ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് ബസ് ലാഭമാണോ നഷ്ടമാണോ അത് നിർത്തലാക്കുന്നതും അതിനെപ്പറ്റിയുള്ള കുറേ ചർച്ചകൾ നടക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ആണോ ഇനി ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇതിനുമാത്രം നഷ്ടം കച്ചവടമാണോ, അത് ഇലക്ട്രിക്കിൽ എന്തുമാത്രം ഗുണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് എന്ന ഒരു വിപ്ലവം വരുമ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്കറിയാവുന്നൊരു കാര്യം പൊല്യൂഷനാണ്. പൊല്യൂഷൻ ഒബ്വിയസ്ലി കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ അതിനുശേഷം ചിലർ പറയുന്നതാണ്, നമ്മൾ ജനറേറ്ററിൽ നിന്ന് ഡീസൽ ഉപയോഗിച്ചുണ്ടാക്കി നമ്മൾ വണ്ടി ഓടിക്കുന്നത് കൊണ്ട് എന്ത് പൊല്യൂഷനാണ് കുറയുന്നത് എന്ന്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത്തെ കേസിലേക്ക് വരാം. ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യം, ഇന്ത്യ എന്ന രാജ്യത്തിന് EV വരുന്നത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങളാണ് ആദ്യം നമ്മൾ പറയുന്നത്. അതിനുശേഷമാണ് പൊല്യൂഷൻ്റെ ആസ്പെക്ട്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കോമൺ സെൻസ് അല്ലെങ്കിൽ കോമൺ മാനിന് അറിയാവുന്നൊരു കാര്യമാണ്, ഇന്ന് ഇന്ത്യ ഏറ്റവും അധികം പണം ചിലവാക്കുന്ന ഒരു മേഖലയാണ് നമുക്ക് ഇന്ധനങ്ങൾ വാങ്ങുവാൻ. ഒന്നെങ്കിൽ മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ നിന്ന് അല്ലെങ്കിൽ റഷ്യ എന്നുള്ള രാജ്യത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഇന്ധനങ്ങൾ വാങ്ങുന്നത്. അതായത് ഇന്ത്യയിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ്, നമ്മുടെ രാജ്യത്തിൻ്റെ റോഡ്, വൈദ്യുതി മേഖലകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, ഈ മേഖലകളിലൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ് നടക്കേണ്ട പൈസകൾ നമ്മൾ ഒരുപാട് ഈ ഇന്ധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ചിലവാക്കുന്നത്. അതായത് നമ്മൾ കൂടുതലും ഡിപ്പെൻഡൻ്റ് ആണ് പുറം രാജ്യത്തെ പറ്റി. അതുപോലെ തന്നെ ഈ ഫ്യൂവൽ ഉണ്ടാക്കാൻ നമ്മുടെ ഭാഗത്ത് വേറെ സോഴ്സുകളോ ഒന്നും ഇല്ല എന്നുള്ളതും സംഭവമാണ്. അപ്പോൾ തീർത്തും നമുക്ക് എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യം എപ്പോഴും ഒരു 10-15 കൊല്ലം പിന്നിലായിരുന്നു യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കേപ്പബിലിറ്റി ഉള്ള, ഇത്രയും റിസോഴ്സസ് ഉള്ള, ഇത്രയും മാൻ പവറും ഇത്രയും എഫിഷ്യൻ്റ് ടാലൻറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ടായിട്ട് പോലും ഇന്ത്യ ഇന്നും ഡെവലപ്പിംഗ് കൺട്രി എന്ന പട്ടികയിൽ തന്നെ നിൽക്കാൻ കാരണം ഒരു ഡെവലപ്ഡ് കൺട്രി, ഇപ്പോൾ അമേരിക്കയിൽ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ 10 അല്ലെങ്കിൽ 15 കൊല്ലത്തിന് ശേഷമായിരുന്നു ഇന്ത്യയിൽ വന്നുകൊണ്ടിരുന്നത്. അതായത് അതിൽ നിന്ന് കറക്റ്റ് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇന്ത്യ എന്നും ഒരു 10-15 കൊല്ലം പിന്നിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളെ, വികസിത രാജ്യങ്ങളെ സംബന്ധിച്ച്. അതേസമയം ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ കുറച്ചൊക്കെ മാറുന്നുണ്ട്. അതായത് 2 കൊല്ലം, 2.5 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം ഒക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതായത് ആ 15 കൊല്ലത്തിൽ നിന്ന് കുറഞ്ഞ് ഒരു 1.5 കൊല്ലത്തിലേക്ക് ഇന്ന് രാജ്യം എത്തി നിൽക്കുന്നു. അതിന് പ്രധാന എക്സാമ്പിളാണ് ഇപ്പോൾ വണ്ടി വിദേശ രാജ്യത്തൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരാൻ മിക്കവാറും ഒരു 1.5 കൊല്ലം കഴിയും. അല്ലെങ്കിൽ ഒരു ഫോണാണെങ്കിൽ പോലും പുറത്ത് ലോഞ്ച് ചെയ്ത് ഇന്ത്യയിൽ വരുമ്പോഴത്തേന് കുറച്ച് കാലതാമസം ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടെക്നോളജീസ് ഒക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ മേഖലയിൽ തന്നെ റോബോട്ടിക്സും ഓട്ടോമേഷനും ഒക്കെ വെളി രാജ്യങ്ങളിൽ നേരത്തെ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അത് പല കാരണങ്ങൾ കൊണ്ടും വൈകി. ഇപ്പോഴും അത് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്നും ഇങ്ങനെ വേറൊരു രാജ്യത്തിൻ്റെ അല്ല വേറെ കുറേ രാജ്യങ്ങളുടെ പിന്നിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ EV വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി മാറാൻ സാധിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ എണ്ണ വിപണി അങ്ങ് കുതിച്ചു കയറും. അതിനുശേഷം നമ്മുടെ മൊത്തത്തിൽ ഇൻഫ്ലേഷൻ ആവും, സാമ്പത്തികമായുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇരിക്കുന്നത്. ഈ ഡോളറിൻ്റെ ഇത് വിദേശ നാണയം, ഇത് വിപണനം, ഇതെല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് EV വരുന്നത് കൊണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യമാണ് സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു വൈദ്യുതി ഉണ്ടാക്കുവാൻ പോലും. ഇപ്പോൾ സോളാറിന്, സൂര്യപ്രകാശം അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. ഇപ്പം നമുക്കറിയാം, കാനഡയൊക്കെ പാതിയോളം ഐസിൽ മുങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ ഒരു 3-4 മാസം കംപ്ലീറ്റ്ലി ഐസിൽ ഉള്ള ഒരു രാജ്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ത്യ എന്ന രാജ്യത്ത് നമുക്കൊരു 365 ദിവസവും അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഏരിയാസാണ് കൂടുതൽ, 80% ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട് നമുക്കിതൊക്കെ ചെയ്യാനുള്ളത്. ഇപ്പോൾ സോളാർ എന്ന ഇത് ഇന്ത്യയിൽ വളരെയധികം സാധ്യതയുള്ള ഒരു സാധനമാണ്. ഇനി മഴ, ഹൈഡ്രോ പവർ ആയാലും ഒക്കെ ആണെങ്കിൽ പോലും, ഇപ്പോൾ നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളൊക്കെ ആണെങ്കിൽ പോലും പ്രവർത്തിക്കാൻ നമുക്ക് അത്യാവശ്യം മഴ കിട്ടുന്ന ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ അതും നമുക്ക് സോഴ്സ് ആയിട്ടുണ്ട്. പിന്നെ വിൻഡ് ടർബൈനുകൾ അല്ലെങ്കിൽ കാറ്റാടി പാടങ്ങൾ കൊണ്ടും നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ കടൽ തീരങ്ങളുണ്ട്, ടൈഡൽ മേഖലയിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ഒരു സാധനം ഉണ്ടാക്കാൻ, ഒരു ഔട്ട്പുട്ട് കിട്ടാൻ നമുക്ക് ഒരുപാട്
സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് വൈദ്യുതികൾ കൂടുതലുണ്ടാക്കി നമുക്ക് വേറെ രാജ്യങ്ങളിലേക്ക് കൊടുക്കുവാൻ വരെ കേപ്പബിൾ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഇന്ത്യ ചെയ്യുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് ഇനിയും വേറൊരു രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കാശുണ്ടാക്കാനുള്ളൊരു മേഖല കൂടിയാണ് അവിടെ. നമുക്ക് ഇപ്പോൾ നമുക്ക് രാജ്യങ്ങൾ തമ്മിൽ നമുക്ക് വൈദ്യുതി ഗ്രിഡ് ഒന്നും ഇല്ല എങ്കിൽ പോലും മേ ബി വേൾഡിൽ ഇനിയും വരാൻ പോകുന്നത് വൺ വേൾഡ് വൺ ഗ്രിഡ് പദ്ധതി പോലെ ഒക്കെ വന്നേക്കാം. അപ്പോൾ നമ്മൾ അവിടെ മേധാവിത്വം വെച്ച് നമ്മൾ വൈദ്യുതി നമ്മൾ സപ്ലൈസ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയും നമുക്കുണ്ട്. പിന്നെ നമ്മൾ വിൽക്കുന്നില്ല എന്ന് തന്നെ എഴുതിക്കൂ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ എത്ര കോടി രൂപയാണോ നമ്മൾ ഇത് ഇന്ധനങ്ങൾ വാങ്ങാൻ ചിലവാക്കുന്നത് അത് മൊത്തം ഇന്ത്യയിൽ തന്നെ നിൽക്കും. ആ പൈസ കൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ഇന്ന് EVയിലേക്ക് എടുത്ത് ചാടി പെട്ടെന്ന് മാറ്റങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളെ അനുബന്ധിച്ച് ഇന്ത്യക്ക് ഒരുപാട് ഉയർച്ചയിലെത്താനുള്ള പോസിബിലിറ്റിയാണ് ഈ EV എന്ന ഇത് വരുന്നത്. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഇനി EV തന്നെയാണോ ഇനി അടുത്ത ഫ്യൂച്ചർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ എന്നുള്ള ഒരു സംശയം ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ടെസ്ല പോലെയുള്ള കമ്പനി, BYD പോലെയുള്ള കമ്പനി പോട്ടെ, ഇന്ത്യയിൽ തന്നെ ടാറ്റ പോലൊരു കമ്പനി ഇത്രയും EV കാറുകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇപ്പം പ്ലാന്റുകളും ഷോറൂമുകൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനെപ്പറ്റി നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടാകും. അവർ നാളെ ഒരു ഫ്യൂച്ചർ ഇല്ലാത്തൊരു കാര്യത്തിൽ ഒരിക്കലും അവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോകാൻ സാധ്യതയില്ല. അപ്പോൾ അത് തന്നെ വ്യക്തമാക്കുന്നത് നാളത്തെ ഇത് പക്ഷെ ഒരു കുറച്ച് ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും മടിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ പോലും, പക്ഷേ ചിലർ ഇത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ ഒരു മെൻറ്റാലിറ്റിയാണ് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. നമ്മളെല്ലാവരും ഇതാണ് ടെക്നോളജി എന്ന് അക്സെപ്റ്റ് ചെയ്ത ശേഷം മൂവ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ എല്ലാവരുടെയും സംശയമാണ് ഇനി EV തന്നെയാണോ എന്ന്. തീർച്ചയായിട്ടും നിലവിൽ ഇപ്പോൾ EV തന്നെയാണ് അടുത്ത ഫ്യൂച്ചർ ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ്റെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്നതും ഇന്ന് എപ്പോഴും നമുക്കൊരു സ്റ്റഡി നടക്കുന്ന അല്ലെങ്കിൽ ഒന്നും റോഡിൽ നിന്ന് ഇപ്പോൾ ഇലക്ട്രിക് തന്നെ ഇപ്പം റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1-2 കൊല്ലമായ ശേഷമാണ് ഏകദേശം ഇത്രയെങ്കിലും നമുക്കൊരു അക്സെപ്റ്റൻസ് പറ്റുന്ന രീതിയിലേക്ക് വന്നത്. ഇനി ഹൈഡ്രജൻ പോലൊരു സാധനം ഇനി ഉണ്ടാക്കി അതിനെപ്പറ്റി ഇത് സ്റ്റഡി ചെയ്ത് അത് എത്രമാത്രം ഫീസിബിൾ ആണ് എന്ന് മനസ്സിലാക്കി ഒക്കെ വരുമ്പോൾ തന്നെ ഒരു 10-20 കൊല്ലം മിനിമം എടുക്കും. ഈവൻ അപ്പോൾ പോലും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ഹൈഡ്രജൻ വണ്ടിയിൽ പോസിബിൾ അല്ല. ഹെവി വെഹിക്കിൾസിൽ പോസിബിൾ ആയിരിക്കും, പക്ഷേ ചെറിയ ചെറിയ വണ്ടികളിൽ പോസിബിൾ ആണ്. കാരണം ഹൈഡ്രജൻ ഉണ്ടാക്കുവാനും അത് സ്റ്റോർ ചെയ്യാനും അതിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് സേഫ്റ്റി കൺസേൺസും ഒക്കെ ഉണ്ട്. ഇനി ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഹൈഡ്രജൻ ഫ്യൂവൽ ഉണ്ടാകും. അതെന്തിനാണെന്ന് വെച്ചാൽ വൈദ്യുതി ഉണ്ടാക്കുവാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാണ് ഇപ്പം ഡീസലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പൊല്യൂഷൻ സേവ് ആകുന്നതെന്ന്. തീർച്ചയായിട്ടും അവിടെ സേവ് ആകില്ല. പക്ഷേ അതേസമയം സോളാറിൽ നിന്നും അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ഫ്യൂവലിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി ആ വൈദ്യുതിയിലൂടെ വണ്ടികൾ ഓടിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഗ്രീനർ ആയിരിക്കും. ഇനി ഇതിലെയൊക്കെ അടിസ്ഥാനം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം അമേരിക്കയും ചൈനയും ഓൾറെഡി 2030 കാർബൺ ന്യൂട്രൽ രാജ്യമാകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ ഇതുവരെ അങ്ങനെ ഒരു പ്രഖ്യാപനം പബ്ലിക്കായിട്ട് നടന്നതിൽ പല ഇപ്പം G20 ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ ഒരു ഇത്ര കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി മാറുമെന്നൊന്നും പറയുന്നത് 2030 ഇന്ത്യയുടെ 50-60% മാറുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വലിയ 2 വിദേശ രാജ്യങ്ങൾ ഓൾറെഡി തീരുമാനിച്ചൊരു ഡിസിഷനാണിത്. അപ്പോഴും ഇന്ത്യ ഇപ്പോഴും തേക്കത്തിൽ നിൽക്കുക അല്ലെങ്കിൽ ജനങ്ങൾ ഇപ്പോഴും അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം, അതിലേക്ക് പോകണം. ഇനി മൂന്നാമത്തെ എല്ലാവരുടെയും സംശയം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ. പലരോട് ചോദിക്കുമ്പോൾ പറഞ്ഞത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ട് നമുക്ക് EV എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ പെട്രോൾ പമ്പുകൾ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് 1000 പെട്രോൾ പമ്പ് ഉണ്ടായിട്ടല്ല വണ്ടികളൊന്നും ഇറങ്ങിയത്. തീർച്ചയായിട്ടും വണ്ടികളുടെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് പെട്രോൾ പമ്പിൻ്റെ എണ്ണവും കൂടിയത്. ഇന്ന് ഈ കാണുന്ന ഇത്രയും പെട്രോൾ പമ്പുകൾ ഒരിക്കലും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. വണ്ടികളുടെ എണ്ണം കൂടുമ്പോഴാണ്. ഏതൊരു കമ്പനി ഇപ്പം ഒരു ഡിമാൻഡ് ഇല്ല എങ്കിൽ ഇപ്പം ആകെ 100 വണ്ടി കേരളത്തിൽ ഇറങ്ങിയെന്ന് വെക്കുക, അതിൽ ഒരു ഒട്ടുമിക്ക 80% ആൾക്കാർ ചിലപ്പോൾ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 20 വണ്ടിക്ക് വേണ്ടി 100 ചാർജിങ് സ്റ്റേഷൻ ഒരു കമ്പനിയും വെക്കാൻ പോകുന്നില്ല. 20 ചാർജിങ് സ്റ്റേഷൻ എത്രയാണോ ഏത് ഏരിയാസിലാണോ അതനുസരിച്ച് വെക്കുകയുള്ളൂ. പക്ഷേ ഈ വണ്ടികളുടെ എണ്ണം കൂടുമ്പോൾ ഒബ്വിയസ്ലി അവർക്കത് നിർബന്ധമായി വരികയും അവർ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അല്ലാതെ വണ്ടികൾ ഡിമാൻഡ് ആവാതെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അപ്പോൾ ആദ്യം വേണ്ട വണ്ടിയുടെ എണ്ണം കൂടുമ്പോൾ അതുപോലെ ഇപ്പം ടാറ്റ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ EVയുടെ ഏതാണെങ്കിലും ഓളയാണ് അവരൊക്കെ അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഷോറൂമിലൊക്കെ വരുമ്പോൾ ടാറ്റയുടെ എല്ലാ ഷോറൂമിലും വരും. മാരുതി ഇപ്പോൾ ഇറക്കാൻ പോകുന്നു, അതിനുശേഷം മാരുതിയുടെ എല്ലാ ഷോറൂമിലും വരും.
പിന്നെ ഇന്ത്യൻ ഓയിലുമായിട്ട് ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട് ടാറ്റ, അവരുടെ എല്ലാ പമ്പുകളിലും ചാർജിങ് സ്റ്റേഷനുകൾ. അപ്പം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യയിൽ മൊത്തം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരിക്കും. അപ്പോൾ അതിലും സംശയമില്ല. അപ്പം EV എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഫീസിബിളായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ റേഞ്ച് ആങ്സൈറ്റി ഒക്കെ ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല 500 കിലോമീറ്റർ റേഞ്ചിലൊക്കെ ഉള്ള ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 500 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആളും 500 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് ബ്രേക്ക് 1 മണിക്കൂർ ബ്രേക്കിൽ എടുത്താൽ പോലും ആ സമയത്ത് ചാർജ് ചെയ്താൽ പോലും നമുക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതൊന്നും ടെക്നിക്കലി നോക്കുമ്പോൾ അല്ലെങ്കിൽ പുറമേ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമുള്ളൊരു പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പൊല്യൂഷൻ, ആദ്യം പറഞ്ഞ പൊല്യൂഷൻ്റെ കേസാണെങ്കിൽ പോലും വണ്ടി സത്യം പറഞ്ഞാൽ ഡീസൽ ജനറേറ്റർ അല്ലെങ്കിൽ കൽക്കരിയിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി കൊണ്ടാണ് നമ്മുടെ വണ്ടി ഓടുന്നതെങ്കിൽ നിങ്ങളുടെ ആ ന്യായം ശരിയാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പം ഹൈഡ്രജൻ ആവാം, അല്ലെങ്കിൽ സോളാർ സിസ്റ്റം ആവാം, സോളാർ പാനലിൽ നിന്ന് അല്ലെങ്കിൽ വിൻഡിൽ നിന്ന് അങ്ങനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹൈഡ്രോ പവർ, ഈ വൈദ്യുതികൾ ഉണ്ടാകുന്ന വണ്ടി ഓടുമ്പോൾ എവിടെയാണ് അവിടെ പൊല്യൂഷൻ ഉണ്ടാകുക? അവിടെ 0 കാർബൺ എമിഷൻ തന്നെയല്ലേ അവിടെ സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പോസിബിളാണ്. അത് നമ്മൾ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്ത് ഓരോ ആൾക്കാരും അതിലേക്ക് ചേഞ്ച് ആകുന്നു എന്നനുസരിച്ചിട്ടിരിക്കും ഇത്. പിന്നെ ഇനി ഇനിഷ്യൽ കോസ്റ്റ് തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല ഓട്ടമുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് EV എടുക്കുന്നത് എന്തുകൊണ്ട് ലാഭം തന്നെയാണ്. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഈവൻ എക്കണോമിക്കലായിട്ട് നോക്കിയാൽ പോലും. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കിയാൽ എക്കണോമിക്കലി പൊല്യൂഷൻ വൈസ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും എന്തുവാണ് വന്നാലും EV എടുക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ല. ഇനിയിപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള ഇഷ്യൂ പറഞ്ഞാൽ KSRTC ലൈക്ക് ബസ് ഇന്ത്യ ഇഷ്യൂവിൻ്റെ പറ്റി പറഞ്ഞാൽ പോലും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അതൊരു നഷ്ടമാണ്. ഇപ്പം ഈവൻ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് KSRTC. നമുക്കറിയാം അത് ലാഭത്തിലാവണം, അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. ഈവൻ ലാഭത്തിലാവാൻ വേണ്ടി ഇപ്പോൾ ഒത്തിരി ലൈക്ക് പ്രത്യേക രീതിയിലൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹവുമാണ്. പക്ഷേ നമ്മൾ എല്ലായിടത്തും ലാഭം ബിസിനസ് മൈൻഡിൽ കാണാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജനങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെ പറ്റി ഇപ്പോഴും കുറേ ഇതുണ്ട്. ചിലർ പറയുന്നുണ്ട് ഇന്ന് ന്യൂസിൽ കണ്ട് 2 കോടിക്ക് മേലെ ലാഭം ഉണ്ടായിട്ടുണ്ട് EVയിൽ നിന്ന്, ഇലക്ട്രിക് ബസ്സിൽ നിന്ന്. ഈ ലാഭമില്ല എങ്കിൽ പോലും ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ KSRTCയിലെ പരിഹരിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു നഷ്ടങ്ങൾ ഒരുപാട് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് KSRTCയുടെ ലാഭത്തിലാക്കാനൊന്നും പോകാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഇത് എഫിഷ്യൻ്റായിട്ട് നോക്കണം. ഇതൊരു പുതിയ ടെക്നോളജിയാണ്, നമുക്കറിയാം കുത്തഴിഞ്ഞൊരു മേഖലയാണത് KSRTC എന്നൊക്കെ ഇപ്പം പറയുമ്പോൾ. അപ്പോൾ ആ മേഖലയിലൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെ എത്ര റേഞ്ച് ചാർജിങ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, വണ്ടി എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് നല്ല രീതിയിൽ ലാഭത്തിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഏത് റൂട്ടിലാണ് ഓട്ടം കൂടുതൽ, അപ്പോൾ അവിടെയൊക്കെ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നഷ്ടമൊന്നുമല്ല. തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിൽ എൻ്റെ അറിവിൽ 150 ബസ് എങ്ങാണ്ടാണ് EV എടുത്തിരിക്കുന്നത്, ഇലക്ട്രിക് ബസ് എടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ ഏകദേശം 4000 ബസ്സുകളോളം ഇപ്പം EV ആവാൻ പോകുന്നു എന്നാണ് ഈയിടെ ഇത് വന്നിരുന്നത്, നോട്ടിഫിക്കേഷൻ വന്നത്. ഓൾറെഡി അതുപോലെ ബസ്സുകളുണ്ട് താനും. അപ്പോൾ ഇവിടെയൊക്കെ അത് സക്സസ്ഫുള്ളായിട്ട് ഓടുന്നൊരു മേഖല കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് മുമ്പോട്ട് പോയാൽ നമ്മൾ ഇന്ത്യയുടെക്കാട്ടിലും ഒരുപാട് പിന്നിലാവും കേരളം വീണ്ടും. അപ്പോൾ നമ്മളെപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കുക, ടെക്നോളജീസ് അക്സെപ്റ്റ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുക തന്നെയാണ് നമുക്ക് വളരാനും എല്ലാവർക്കും വളരാനും. ഇപ്പം തന്നെ കേരളത്തിലെ അവസ്ഥ നമുക്കറിയാം, ഒരുപാട് തൊഴിലവസരങ്ങളില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒട്ടുമിക്ക ആൾക്കാരും പുറത്തൊക്കെ പോകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ ടെക്നോളജീസൊക്കെ മാക്സിമം യൂസ് ചെയ്യുക. EV എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി വരുന്നൊരു ഫ്യൂച്ചർ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ സാമ്പത്തികമായുള്ള കാര്യങ്ങൾ മാത്രം നോക്കാതെ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിൽ നിങ്ങൾക്കും വ്യത്യസ്തമായ കമൻറ്റുകളുണ്ടാവും. ദൈവത്തെ ഓർത്ത് ഇത് രാഷ്ട്രീയമായി ഇതിനെ കാണരുത് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഇത് എൻ്റെ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കരുതിയ കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം EV കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിനുണ്ടാകാൻ പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ചർച്ചകളിലൊക്കെ ഞാൻ കണ്ടപ്പോഴും അതിനെപ്പറ്റി അങ്ങനെ ഒരു സംസാരിക്കുന്നതൊന്നും കണ്ടില്ല. എല്ലാവരും ഷോർട്ട് ടൈം ഗോൾസ് അല്ലെങ്കിൽ ലോങ് ടൈമിനെ പറ്റി ആരും ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഒരു വിഷനറി തിങ്കിങ് ആണ് എന്നും നമ്മുടെ രാജ്യത്തിനെ ആയാലും സംസ്ഥാനത്തിനെ എല്ലാത്തിനെയും മുന്നോട്ട് നയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ വിഷനറി തിങ്കിങ്ങിന് ഇത് നല്ലൊരു തീരുമാനമല്ല ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കുന്ന അല്ലെങ്കിൽ താൽക്കാലികമായി ഇനിയും വാങ്ങില്ല എന്നുള്ള തീരുമാനമൊക്കെ എന്ന് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ താങ്ക് യു.